നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും സി.എസ്.സി സെന്റർ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സെന്റർ തുടങ്ങിയിട്ട് അവർക്ക് നടത്തിക്കൊണ്ടോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിജിറ്റൽ സേവാ പോർട്ടലിനെ കുറിച്ച്, ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഡിജിറ്റൽ സേവാ പോർട്ടലിൽ അതിൻ്റെ മെയിൻ മെനുവിൽ 2 കണ്ടന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. 2 ഓപ്ഷൻസ് പറയാതെയാണ് പോയത്. അപ്പോൾ നമുക്ക് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് പോർട്ടലിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയാതിരുന്നത് ഈ 2 ഓപ്ഷൻസ് ആണ്. സപ്പോർട്ടും അതുപോലെ തന്നെ എച്ച്.ഒ.ഡി. അപ്പോൾ സപ്പോർട്ടിൽ നമ്മൾ എടുത്ത് ടിക്കറ്റിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത സർവീസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പരാതികൾ കൊടുക്കാനായിട്ടാണ് ഈ സെക്ഷൻ ഉപയോഗിക്കേണ്ടത്. അതിൽ ക്രിയേറ്റ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 3 ഓപ്ഷനിൽ ഏത് കാറ്റഗറിയിലും നമുക്ക് പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ എച്ച്.ഒ.ഡിയിൽ നമ്മൾ സ്റ്റേറ്റ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ ആരെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്ട് മാനേജറിന് അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ തൊട്ടടുത്തൊരു കോൺടാക്ട് പേഴ്സൺ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയിട്ട് മൈ പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ DM ഇൻഫോ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് മാനേജറിൻ്റെയും അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. ഇനി 1-2 കാര്യങ്ങൾ കൂടി കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് വോളറ്റിലേക്ക് പണം ആഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, അത് ക്ലിയർ അല്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് വോളറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ വോളറ്റിലേക്ക് വരിക. അതിൻ്റെ തൊട്ട് താഴെ ആഡ് വഴി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഞാൻ UPI പേയ്മെൻറ്റ് വെച്ചിട്ടാണ് പണം ആഡ് ചെയ്യാറ്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയ വിൻഡോയിലേക്ക് പോകും. പുതിയ വിൻഡോയിലല്ല, ആ വിൻഡോയിൽ തന്നെ വേറൊരു സെക്ഷൻ ലോഡായി വരും. നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടിക്ക് നമുക്ക് എത്ര രൂപയാണ് ആഡ് ചെയ്യുന്നത് അറിയാം. ഞാൻ നിലവിൽ ഇപ്പോൾ ഒരു 100 രൂപ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു റിമാർക്സ് ആയിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കുക. ട്രാൻസ്ഫർ എന്നോ വല്ലതും കൊടുക്കുക. ഞാൻ യൂഷ്വലി ട്രാൻസ്ഫർ എന്നാണ് കൊടുക്കാറ്. ട്രാൻസ്ഫർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇനി പലതരത്തിലുള്ള പേയ്മെൻറ്റ് ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ UPI ആണ് ചൂസ് ചെയ്യുന്നത്. UPIയിൽ BHIM ആപ്പ്, ഞാൻ BHIM ആപ്പാണ് ഉപയോഗിക്കുന്നത്. BHIM ആപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ UPI ID ഇവിടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ എൻ്റെ UPI ID അടിച്ചു കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യും. അപ്പം ഇതാണ് എൻ്റെ UPI ID. ഞാൻ UPI ID കൃത്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് വെരിഫൈ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാണ്. പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ UPI ആപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ UPI ആപ്പിൽ ഇനി ഒരു അപ്രൂവൽ കൊടുക്കണം. ആപ്പിൽ അപ്രൂവൽ കൊടുത്താൽ ഉടൻ തന്നെ നമ്മുടെ എമൗണ്ട് നമ്മുടെ വോളറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ആപ്പിൽ അപ്രൂവൽ കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ആപ്പിൽ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻ്റർഫേസ് ലോഡായി വന്നിട്ടുണ്ട്. നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്സായി ഇൻ്റർഫേസ് ലോഡായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് റീലോഗിൻ ചെയ്യുക. വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോഗ് ഔട്ടായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ലോഗിൻ ചെയ്ത് കൊടുത്താൽ മതി. ക്യാപ്ച കോഡ് വീണ്ടും അടിക്കേണ്ടതുണ്ട്. നിങ്ങൾ പാസ്വേഡ് സേവ് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസറിൽ തന്നെ സേവ് ചെയ്തിടുക. അപ്പോൾ വീണ്ടും പാസ്വേഡും അല്ലെങ്കിൽ യൂസർ നെയിമും ടൈപ്പ് ചെയ്യേണ്ടി വരത്തില്ല. ക്യാപ്ച കോഡ് കൂടി ഒന്ന് അടിച്ചു കൊടുത്ത് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ 100 റുപ്പീസ് ഇതിൽ ആഡായി കാണും. ഞാൻ അടിച്ച ക്യാപ്ച കോഡ് തെറ്റിപ്പോയി. അപ്പോൾ ഒന്നുകൂടി ക്യാപ്ച കോഡ് റീടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ലോഗിൻ ആയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ക്യാഷ് ആഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആഡായിട്ടുള്ളത് ഇല്ലെന്ന് അറിയാമോ. നമ്മൾ വോളറ്റിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ആഡ് ചെയ്ത എമൗണ്ട് 100 രൂപ ആഡായിട്ടുള്ളത് കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെ റീചാർജും ബിൽ പേയ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ നോക്കാം. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരുവാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വോളറ്റിൽ നമ്മൾ റീചാർജും ബിൽ പേയ്മെൻറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വോളറ്റിൽ 100 രൂപ ബാലൻസ് വരുന്ന രീതിയിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റൂ. അതായത് ഒരു 100 രൂപയുടെ റീചാർജ് നമുക്ക് ചെയ്യണം. 150 രൂപ നമ്മുടെ വോളറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ റീചാർജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വോളറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് വോളറ്റിൽ സമ്മറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ നമ്മുടെ വാട്ടറുള്ള എമൗണ്ട് ലോഡായി വരുന്നതാണ്. ഇതിലിപ്പോൾ ഒരു 450 മുകളിൽ എമൗണ്ട് കിടക്കും. നമുക്കൊരു 100 രൂപയുടെ റീചാർജ് ചെയ്ത് നോക്കാം. ആദ്യം ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് മൊബൈലാണ് റീചാർജ് ചെയ്യേണ്ടത്. നമ്മൾ ക്വിക്ക് ആക്സസ് മെനുവിൽ, അതായത് ക്വിക്ക് ആക്സസിൽ എല്ലാം ഇതിങ്ങനെ മാറി മാറി വരും. അതിൽ ടെലികോം ക്ലിക്ക് ചെയ്യുക. ടെലികോം സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏത് ഓപ്ഷനാണോ, അത് പ്രീപെയ്ഡ് ആണോ, പോസ്റ്റ് പെയ്ഡ് ആണോ, ബ്രോഡ്ബാൻഡ് ആണോ, അല്ലെങ്കിൽ ലാൻഡ് ലൈൻ ആണോ, ഏതാണ് റീചാർജ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രീപെയ്ഡ് ആണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രീപെയ്ഡ് ക്ലിക്ക് ചെയ്ത് ഏത് സിമ്മാണോ റീചാർജ് ചെയ്യേണ്ടത് ആ സിമ്മിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് സിമ്മാണ് റീചാർജ് ചെയ്യേണ്ടെങ്കിലും നമ്മൾ മൊബൈലിൽ കയറി ഏതൊക്കെ പ്ലാൻ അവൈലബിൾ ആണെന്ന് നോക്കുക. കാരണം ഇതിൽ പലപ്പോഴും പ്ലാൻ കാണിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്.
നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് പ്ലാനിൻ്റെ കാര്യങ്ങൾ ഡിസ്പ്ലേ ആകുന്നത്. അപ്പോൾ നമ്മളൊരു ആപ്പിൽ കയറി അല്ലെങ്കിൽ ഫോണിൽ കയറി ഒന്ന് പ്ലാനിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് റീചാർജ് ചെയ്യാൻ പോകുന്നതായിരിക്കും നല്ലത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും റീചാർജ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം നമുക്ക്. ഒന്നുകൂടി ഡാഷ്ബോർഡിലേക്ക് പോകാം. നമ്മുടെ ക്വിക്ക് ആക്സസ് മെനുവിലും മാറി മാറി വരും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഡാഷ്ബോർഡിലേക്ക് പോയതാണ്. ക്വിക്ക് ആക്സസ് മെനുവിൽ ഓക്കെ ഓൾറെഡി ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഭാഗത്ത് ഏത് സ്ഥലത്ത് ഇലക്ട്രിസിറ്റി വേണമെങ്കിലും റീചാർജ് ചെയ്യാൻ പറ്റും. അതിൽ ബിൽ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പല കമ്പനീസ് വരും. ഇതിൽ നമുക്ക് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കാം. അതിൽ സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നമ്മുടെ കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വരും. അത് കൊടുക്കാതെ തന്നെയും നമുക്ക് സ്ക്രോൾ ചെയ്തെടുക്കാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കിട്ടുന്നുണ്ട്. സ്ക്രോൾ ചെയ്തെടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. സേച്ച് കൊടുത്ത് ചെയ്യേണ്ട. അതിൽ കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ കൂടി അടിച്ചു കൊടുത്ത് ബില്ല് ഫെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ബില്ല് എങ്ങനെ കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ക്വിക്ക് ആക്സസ് മെനുവിൽ ഗ്യാസിൻ്റെ ബിൽ പേയ്മെൻറ്റ് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൽ ക്ലിക്ക് ചെയ്യുക. ഇത് LPGയും PNGയും പേയ്മെൻ്റ് ഉണ്ട്. PNG എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പിലൂടെ, അതായത് ഭൂഗർഭമായിട്ട് വരുന്ന ഗ്യാസിൻ്റെ പേയ്മെൻ്റ് ആണ്. കൂടാതെ CNG കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ഏതാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. PNGയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ AGPയുടെതാണ് കൂടുതലുള്ളത്. AGP സിറ്റി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഞങ്ങളുടെ ഇവിടെ മിക്ക ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് CA നമ്പറും കസ്റ്റമർ മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് നമുക്കിനി ഇലക്ട്രിസിറ്റി കഴിഞ്ഞു, ഗ്യാസ് കഴിഞ്ഞു, ടെലക്കോ കഴിഞ്ഞ് വാട്ടർ ബില്ല് എടുക്കാം. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ബില്ലൊക്കെ എങ്ങനെ നടക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ ക്വിക്ക് പേയ്മെൻറ്റ് സെക്ഷനിൽ വാട്ടർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒത്തിരി ബിൽ പേയ്മെൻറ്റ് നമുക്ക് സാധിക്കും. അതിൽ വാട്ടർ ബിൽ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള വാട്ടർ അതോറിറ്റി എടുക്കാം. അതിന് സെർച്ച് ബില്ലിൽ KW എന്ന് സെർച്ച് ചെയ്താൽ മതി. KWA എന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് കേരള വാട്ടർ അതോറിറ്റി സെലക്ട് ചെയ്യുക. കസ്റ്റമറിൻ്റെ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിൽ പേയ്മെൻറ്റ് സാധിക്കും. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇയർ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ ഡിജിറ്റൽ സേവാ പോർട്ടലിൽ കൂടി തന്നെ നിങ്ങൾ സർവീസ് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സർവീസൊക്കെ നോട്ടഡ് ആവുന്നതായിരിക്കും. എന്നാൽ പിന്നെ ഞാനിനി ഒരു റീചാർജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സിം എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനൊരു കാര്യമുണ്ട്. ഞാനത് ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു സിം കട്ടായി കിടക്കുവാണ്. ഞാൻ ഓൾറെഡി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. ഓൾറെഡി ഇത് റീചാർജ് ചെയ്തു. രണ്ടാമത് റെക്കോർഡ് ചെയ്യണം. മറ്റേ ആ വീഡിയോ ശരിയായില്ല. അപ്പോൾ ഒന്നുകൂടി ടെലികോം സെക്ഷനിലേക്ക് പോവാം. അതിൽ മൊബൈൽ പ്രീപെയ്ഡ് സെലക്ട് ചെയ്യണം. എൻ്റെ ഒരു സിം BSNL ആണ്. ആ BSNL ക്ലിക്ക് ചെയ്തു. എൻ്റെ നമ്പർ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്പർ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പ്ലാൻ എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്ലാനെല്ലാം നിങ്ങൾ ഓൾറെഡി നോക്കുക. ഇതിൽ നമുക്ക് തെറ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലേക്ക് ഇത് കിടക്കുക. ഇപ്പോൾ റേറ്റ് കട്ടർ എടുക്കുകയാണെങ്കിൽ BSNL നോർമൽ പ്ലാനെല്ലാം തന്നെ റേറ്റ് കട്ടറിൽ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ പ്ലാനൊക്കെ നോക്കി വെക്കുക. എന്നിട്ട് നമ്മൾ റീചാർജ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തത് 107ൻ്റെ പ്ലാനാണ്. അപ്പം ജസ്റ്റ് അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കുകയാണ്. അത് സെലക്ട് ചെയ്തിട്ട് വാലറ്റ് പിൻ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ വന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് റീചാർജ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളൊരു വാലറ്റ് പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് തരും. ഞാനിപ്പോൾ ഓൾറെഡി അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റീചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാലറ്റ് പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ട്രാൻസ്ഫറായി റീചാർജ് ആവുന്നതാണ്. പല സാഹചര്യങ്ങളിലും ഇതിൽ റീചാർജിൻ്റെ കൺഫർമേഷൻ കിട്ടാറില്ല. പെൻഡിങ് എന്നൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾ കസ്റ്റമറോട് ചോദിച്ച് റീചാർജ് ആയോ എന്നൊന്ന് കൺഫേം ആക്കണം. എന്നിട്ട് മാത്രമേ കസ്റ്റമറിനെ കാശ് മേടിച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാവുള്ളൂ. ഇൻ കേസ് ചില സമയത്ത് പെൻഡിങ് ആണെന്ന് കാണിച്ചാലും നമുക്ക് ഓൾറെഡി റീചാർജ് ആയി കഴിഞ്ഞ് കാണും. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റീചാർജ് ആവും. കസ്റ്റമറിനോട് ചില സമയത്തൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പിന്നെ സെറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ സൈറ്റിൽ തന്നെ കാണിക്കും. പിന്നെ സെറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് റീചാർജിന് പിന്നെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.